ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഒരു സ്മോൾ വീഡിയോ ആണ്. അപ്പോൾ അത്രയും വലിയ ഒന്നുമല്ല, എന്നാലും ഒരു അത്യാവശ്യം സ്മോൾ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോവാണ്. നമ്മളിന്ന് ഒരു ലൈഫ് വ്ളോഗ് വെറുതെ ഒരു വ്ളോഗ് വീഡിയോ ഒക്കെ കൊടുത്ത റോഡ് നേരാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ ആക്കി റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ റോഡൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിന്ന് ചെയ്യാൻ പോകാമെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകണം. പിന്നെ ഞങ്ങൾക്കൊരു സർപ്രൈസ് ഇതുണ്ട്. സന്തോഷ വാർത്തയുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ 12-ാം തീയതി തിരിച്ച് പോവുകയാണ്. ഒന്നുകൂടി പോവുകയാണ്. അത് 2 കൊല്ലത്തിനാകും എന്ന് പറയാം. അപ്പോൾ നമ്മളിന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുക്ക് പോകാണ്ട്. പിന്നെ എൻ്റെ ഒപ്പം ഷമീം ഹസനുമുണ്ട്. അവർക്കറിയാം, ഞങ്ങൾ എൻ്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചെറിയ സബ്സ്ക്രൈബറിലേക്കാണ് കൊടുക്കുക. അപ്പോൾ നേരെ ഹസ്കന സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ടാവും, പോയോക്കട്ടെ. അപ്പോഴാണ് കേസ് ഓർമ്മ വന്നത്. കുളിച്ച് ഫ്രഷായിട്ട് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ കുളിച്ചിട്ടുണ്ടാവുന്നു. ഇല്ല കേസ്. അപ്പോൾ കുളിച്ച് ഫ്രഷായി എൻ്റെ സൈക്കിളൊന്ന് പോയത് എൻ്റെ അനിയത്തിനെ കാണിച്ചിട്ട്. അപ്പോൾ ഗാസിൻ്റെ വണ്ടി പോയിട്ട് അപ്പോൾ ആ പൊട്ട ഇങ്ങനെ വെച്ചു. അപ്പോൾ അതിന് നമുക്ക് ഉപ്പ് പൊടി നമ്മൾ ഇവിടെ ഇങ്ങനെ നിങ്ങൾ റോഡ് വേണ്ടിയിട്ടുണ്ടാ. അപ്പോൾ നമ്മളിതാ ഇപ്പം നിങ്ങൾ എൻ്റെ സൈക്കിളൊക്കെ കണ്ടില്ലേ. ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് അമ്മയ്ക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുക്ക് പോകാനുണ്ട്. അവനിപ്പോൾ സ്കൂളിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ സ്കൂളിൽ വന്നതിന് ശേഷം എൻ്റെ ഹസനും സ്കൂളിൽ വന്നിട്ടില്ല. ഫുഡ് ശേഷം നമുക്ക് ഗെയിമൊക്കെ കളിച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കണം. ഗെയിം കളിച്ചതിന് ശേഷം ഇതൊരു ലോങ് വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോ എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇതൊരു ലോങ് വീഡിയോ ആകും. അപ്പോൾ ഞാൻ ഫ്രഷായിട്ട് കാണാം. അപ്പോഴാണ് കാര്യം ഓർമ്മ വന്നത്. ഇതൊക്കെ നമ്മൾ ഗ്യാരേജ് എല്ലാം ഊട്ടി പൊളിച്ച് എല്ലാ പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ലൈറ്റ് ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോകും. അവിടെ പോയിട്ട് വേറെ വാങ്ങാനുള്ള തീരുമാനം. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഫുൾ ലൈറ്റ് കൊണ്ടുള്ള സെറ്റപ്പ് അല്ല അവിടെ ഈ അടക്കം മാത്രം ആവശ്യം വരില്ല ഉള്ളൂ. അപ്പം അത്ര ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നറിയാം. ചെറിയൊരു പ്രശ്നം കേസ്. നമ്മൾ പോണതൊക്കെ ശരി തന്നെയാണ്, ഒരു കുഴപ്പമില്ല, നല്ല പോലെ നമുക്ക് പോയിട്ട് വരാം. പക്ഷേ മനസ്സിലായില്ല, പോണ നേരത്ത് അവനക്ക് പിടിച്ച് പറയണം. അവൻ ഇയാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഞാൻ പറഞ്ഞതിൽ ഉത്തരമില്ലാത്തതൊന്നാണ്. പക്ഷേ ഞാനോ അങ്ങനെ പറഞ്ഞാലോ കൺഫ്യൂഷനെ കേസ്. കേസ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അപ്പോൾ അത് ഊമ്പിക്കണ്, അത് പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വേറെ കാര്യം ചെയ്യാൻ പോവാണ്. നമ്മൾ സൈക്കിളിൽ പോവുകയാണെന്ന് വെച്ചാൽ അപ്പോൾ ഫോണൊന്ന് സേഫ്റ്റിയിൽ നമുക്കിങ്ങനെ സേഫ്റ്റിയിൽ വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ പണിയിലാണ് ഞാൻ. അപ്പോൾ അതിനുള്ള പണിയിൽ അപ്പോൾ ഞാനിപ്പോൾ കുളിച്ച് ഫ്രഷായിട്ട് പോകാനുള്ള തീരുമാനമാണ്. അപ്പോഴാണ് ഈ സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ ഓർമ്മ വന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ സ്റ്റാൻഡൊന്ന് മാറ്റിയിട്ട് വരാം.
സ്റ്റാൻഡൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളൊരു ഇതിക്ക് ഉണ്ടാക്കി നോക്കുക. ഭാഗ്യം ഉണ്ടെങ്കിൽ നിൽക്കും, ഭാഗ്യം ഇല്ലെങ്കിൽ നിൽക്കില്ല. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ കുറേ നോക്കി പറ്റുന്നില്ല. അപ്പം ഇത് ഫോൺ സ്റ്റാൻഡില്ല, എൻ്റെ ബാക്കിൽ ഒരാൾ ഇരിക്കുന്നു. പക്ഷേ ആൾ എടുത്താൽ ശരിയൊക്കെ ആവും, പക്ഷേ ചെറിയ വണ്ടി നല്ല കുലുങ്ങും. അപ്പോൾ നമ്മളെ ഇത് അവനാണെങ്കിൽ വീങ്ങുന്നുള്ളൊരു പേടിയുണ്ട് കേസ്. അതുകൊണ്ട് മാത്രമായിട്ടാണ് ഞാൻ സേഫ്റ്റി യൂസ് ചെയ്ത് നോക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഒരു ഐഡിയ ചെയ്തത്. എനിക്ക് 2 കൈയിൻ്റെ ആവശ്യമുണ്ട് കൊട്ടാൻ, പക്ഷേ എന്നാലും ഫോണൊക്കെ ഉള്ളൊരു സാധനം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പരീക്ഷ വെക്കണമെങ്കിൽ ഇനി പോകണം. അപ്പോൾ ഈ കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ എടുക്കാം. കുറച്ച് മുമ്പ് എന്ന് വെച്ചാൽ 1 മണിക്കൂർ മുമ്പ് സെമീം വരാനായിട്ടുണ്ട്. അപ്പോൾ അവനും അവൻ്റെ അനിയത്തിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ഓൻ വരുന്നത് ഇവിടുന്ന് നടന്ന് വരില്ലാണ് മീശ പിടിക്കുന്നത്. അവിടെ ബസ് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ അവൻ്റെ പിന്നാലൊന്നും പോയിട്ട് അവനക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുത്താലോ എന്നും ഒരിതിലാണ്. അപ്പോൾ നേരെ നമുക്ക് സൈക്കിളെടുത്ത് പോകാം. കിളി എന്താണ് മൂഞ്ചിരിക്കുന്നു. അവരാണെങ്കിൽ അവിടുന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ കറക്റ്റ് എന്തോ ഒരു സൗണ്ട് കേൾക്കണ പോലെ തോന്നി. അപ്പോഴല്ല ഗൈസ് മനസ്സിലായത് അവർ ചാടിക്കയറി വന്നു. ഞാൻ അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് നല്ല കുലുവാണ് ഗൈസ്. ഒരു കാര്യം ചെയ്യുന്നു, ഞാൻ ഇപ്പോൾ പെരയെ പോകാൻ നിൽക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടാവില്ല. ഞാൻ പിന്നെ എൻ്റെ റോഡ് ഭാഗത്താണ്. ആരോ വരുന്നുണ്ട്. നേരെ അപ്പോൾ ഗൈസ് നമ്മൾ ഭാഗം മൂഞ്ചിരിക്കുകയാണ്. ഈ ഇമ്മാതിരി മൂഞ്ചൽ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കണ്ടോക്കി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നും കാണാം. അടുത്ത സെക്കൻഡ് പാർട്ട് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ അടുത്ത സെക്കൻഡ് പാർട്ടായി വീഡിയോ ആയിട്ട് പിന്നും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.